ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയും സംഗീത സംവിധായകൻ പലാശ് മുച്ചലും ഇന്ന് വിവാഹിതരാകും. വിവാഹത്തിന് മുന്നോടിയായി നടന്ന പ്രീ വെഡിംഗ് ചടങ്ങിനിടെ ഇരുവരുടെയും ഡാൻസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നേരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ഹൽദി ചടങ്ങിൽ പങ്കെടുത്ത ഡാൻസ് വീഡിയോയും ആരാധകർ ഏറ്റെടുത്തിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാർക്ക് കാലിടറി ലിവർപൂളിനെ ഞെട്ടിച്ച നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ആൻഫീൽഡിൽ ലിവർപൂളിനെ 3 ഗോളിനാണ് നോട്ടിംഗ്ഹാം തകർത്തത്. മാഞ്ചസ്റ്റർ സിറ്റിയെ 1-2 ഗോളുകൾക്ക് വീഴ്ത്തി. ന്യൂ കാസിൽ യുണൈറ്റഡ് ബേൺലിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച ചെൽസി ലീഗിൽ രണ്ടാമതെത്തി. ക്യാമ്പ് നൗവിലേക്കുള്ള തിരിച്ചുവരവിൽ അത്ലറ്റിക് ക്ലബിനെതിരെ ഗോൾ മഴ വർഷിച്ച് ബാഴ്സലോണ. മറുപടിയില്ലാത്ത 4 ഗോളിനാണ് ബാഴ്സയുടെ ജയം. ജയത്തോടെ ബാഴ്സ ലീഗിൽ ഒന്നാമതെത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ സൂപ്പർ പോരാട്ടം. ആഴ്സണൽ ടോട്ടനത്തെ നേരിടും. ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരാനാണ് ഗണ്ണേഴ്സ് ഇറങ്ങുന്നത്. അതേസമയം ആദ്യ 4-ലേക്ക് എത്താനാണ് ടോട്ടനം എത്തുന്നത്. രാത്രി 10 മണിക്ക് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പാരീസ് ലീഗിൽ തലപ്പത്തേക്കെത്താൻ റയൽ മാഡ്രിഡ് ഇന്നിറങ്ങും. എൽച്ചെയാണ് റയലിന്റെ എതിരാളികൾ. രാത്രി 1:30-ക്ക് എൽച്ചെ തട്ടകത്തിലാണ് മത്സരം. ലീഗിൽ കുതിപ്പ് തുടരാൻ അത്ലറ്റിക്കോ മാഡ്രിഡും ഇന്ന് കളത്തിൽ. ഗെറ്റാഫെയാണ് അത്ലറ്റിക്കോയുടെ എതിരാളികൾ. രാത്രി 11 മണിക്കാണ് മത്സരം. സൗദി പ്രോ ലീഗിൽ കുതിപ്പ് തുടരാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. അൽ ഖലീജാണ് എതിരാളികൾ. ലീഗിൽ 8 മത്സരങ്ങളും വിജയിച്ച് ഒന്നാമതാണ് അൽ നസർ. രാത്രി 11 മണിക്ക് അൽ നസർ തട്ടകത്തിലാണ് മത്സരം. മേജർ ലീഗ് സോക്കറിൽ സെമി ലക്ഷ്യമിട്ട് സൂപ്പർ താരം ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമി നാളെ ഇറങ്ങും. ഈസ്റ്റേൺ കോൺഫറൻസ് സെമിയിൽ സിൻസിനാട്ടിയാണ് എതിരാളികൾ. MLS പ്ലേ ഓഫിൽ മാത്രം 5 ഗോളും 3 അസിസ്റ്റുമാണ് മെസ്സി നേടിയത്. നാളെ പുലർച്ചെ 3:30-ക്കാണ് മത്സരം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020-ൽ സഞ്ജു സാംസൺ കേരള ടീമിനെ നയിക്കും. യുവതാരം അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു. KCLൽ മികച്ച പ്രകടനം നടത്തിയ സാലി സാംസൺ, വിഷ്ണു വിനോദ്, അഖിൽ സ്കറിയ, ഷറഫുദ്ദീൻ കൃഷ്ണദേവൻ, അബ്ദുൾ ബാസിദ്, ദിഗ്നേഷ് പുത്തൂർ തുടങ്ങിയ താരങ്ങളെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ 26 മുതൽ ഡിസംബർ 8 വരെ ലക്നൌവിലാണ് ടൂർണമെന്റ് നടക്കുന്നത്.